ഒരു മാസത്തിലേറെ നീണ്ടുപോയ ആവേശത്തിനൊടുവിൽ പാലക്കാടിലെ കൊട്ടിക്കലാശം ഒരു ചരിത്രമായി മാറുന്നു. മൂന്ന് മുന്നണികളും കട്ടയ്ക്ക് കൊട്ടിക്കലാശത്തിലേക്ക് കയറുന്ന ഒരു ദൃശ്യമാണ്. 6 മണി വരെ മാത്രമാണ് സമയം. ഇനി ഏതാണ്ട് 46 മിനിറ്റ് കഴിയുമ്പോൾ കൊട്ടിക്കലാശത്തിൽ തിരിച്ചിൽ വീഴും. അതിനു മുമ്പ് മൂന്ന് മുന്നണികളുടെയും ആവേശം ജനങ്ങളിലേക്ക് അലകടൽ പോലെ പകർത്തി കാണിക്കാനാണ് ഞങ്ങളുടെ ഛായാഗ്രാഹകർ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ജനക്കൂട്ടം കണ്ടില്ലേ? താളമേളങ്ങളോടെ വാദ്യഘോഷങ്ങളോടെ നൂറുകണക്കിന് ആളുകൾ പാലക്കാട് എത്തിച്ചേർന്ന് കഴിഞ്ഞു. പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുനിന്ന് എത്തിയിട്ടുള്ള ആയിരക്കണക്കിന് രാഷ്ട്രീയ കക്ഷി പ്രവർത്തകർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പാലക്കാടിന് ആവേശ ചൂട് പകരാൻ ഇവരൊക്കെ തന്നെ സജീവമായി പാലക്കാട് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ചില ചിത്രങ്ങളും ചില ഗിമിക്കുകളും ഒക്കെ തന്നെ ഇവിടെ കാണാൻ പ്രേക്ഷകർക്ക് കഴിയും. വാഹനവ്യൂഹം ഈ സംഗമ സ്ഥലത്തേക്ക് വരാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. വാഹനങ്ങളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടെ ആണ് ഈ സംഘവേദിയിലേക്ക് വരുന്നത്. ഇപ്പോൾ പാലക്കാടിന്റെ മണ്ണിലെ ചൂട് പ്രേക്ഷകരിലേക്ക് പകർന്നു കാണിക്കുവാൻ അതിൻ്റെ ആകാശ ദൃശ്യം കൂടി നമ്മൾ കാണിച്ചു തരാം. കുട്ടികളുമൊക്കെ തന്നെ ഇതിൻ്റെ പാലക്കാട് പട്ടണത്തിന്റെ ആകാശ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വിജയകുമാർ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൃശ്യങ്ങളാണ്. വിജയകുമാർ കണ്ണു തുറന്ന് കണ്ടോളൂ. കോൺക്രീറ്റ് തലപ്പുകൾക്കിടെ പച്ചപ്പിന്റെ വിരിപ്പുകൾക്കിടയിലാണ് ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രവർത്തകർ അവിടേക്ക് അണപൊട്ടിയ ആവേശത്തോടെ എത്തുന്നത്. LDF-ന്റെയും UDF-ന്റെയും BJP-യുടെയും പ്രവർത്തകരെ കൊണ്ട് പാലക്കാട് നഗരം നിറഞ്ഞു കവിഞ്ഞു. LDF-ന്റെ പ്രവർത്തകർ അവിടേക്ക് വരികയാണ്. അതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. തൊട്ടടുത്ത് UDF-ന്റെ ആ യാത്ര അവിടെ എത്താൻ പോവുകയാണ്. BJP ആ നഗരത്തിന്റെ കവാടം കടക്കാൻ പോകുന്നതേ ഉള്ളൂ. കാരണം BJP വേറൊരു വഴിയിലൂടെ, അതായത് വേറെ ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് വരാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ തിരക്ക് കാരണം അവരത് ഷോർട്ട് കട്ട് ചെയ്ത് വേറൊരു വഴിയിലൂടെ വരികയാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. LDF-ന്റെയും UDF-ന്റെയും BJP-യുടെയും പ്രവർത്തകരെ കൊണ്ട് പാലക്കാട് നഗരത്തിന്റെ ആ പ്രധാനപ്പെട്ട വീതികളാകെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. മേഘപാളികൾക്കിടയിലൂടെ ആ ദൃശ്യങ്ങൾ, കോൺക്രീറ്റ് തലപ്പുകൾക്കിടെ ആ വീതിയേറിയ റോഡ്, അതിന് നടുവിലൂടെ ഇങ്ങനെ മനുഷ്യ മഹാസാഗരം ആ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ഒഴുകി ആർത്തലച്ചെത്തുകയാണ്. അവിടെ ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് ആളുകൾ നിറഞ്ഞിട്ടുണ്ട്. പാലക്കാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പക്ഷേ ഇത്രയും കടുകട്ടി രാഷ്ട്രീയ പോരാട്ടം നടന്നിട്ടുണ്ടാവില്ല. അത് എത്രത്തോളം ആവേശവും വീറും വാശിയും ആ പോരാട്ടത്തിനുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ്. ഇതായി കലാശക്കൊട്ട് ദിവസത്തെ കാഴ്ചകളും പ്രതികരണങ്ങളും ഒക്കെ. തെരഞ്ഞെടുപ്പിന്റെ ഓരോ മിനിറ്റിലും മാറി വരുന്ന വിഷയങ്ങളാണ് പാലക്കാടിന്റെ ഉപതെരഞ്ഞെടുപ്പ് ഭൂമികയെ സജീവമാക്കിയത്. അത് ഈ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി വെറും 43 മിനിറ്റുകൾ കൂടി മാത്രം ബാക്കി നിൽക്കുകയും വളരെ സജീവമായ രാഷ്ട്രീയ ചർച്ചയാണ് പാലക്കാട്ട് നടക്കുന്നത്. അത് ആരെ ആണ് തുണയ്ക്കുക, ആരെയാണ് വീഴ്ത്തുക, ഈ അടിയൊഴുക്കിൽ ആരൊക്കെ അകപ്പെടും, ആരൊക്കെ നീന്തി കരപറ്റുമെന്നൊക്കെ അറിയാൻ ഇനിയും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എന്തായാലും ഇതുവരെ നടന്ന പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ പാലക്കാട് പുതിയൊരു അധ്യായം എഴുതുകയാണ്. അതാണ് കഴിഞ്ഞ 30-35 ദിവസത്തെ പ്രചാരണ ദിവസങ്ങൾ നമുക്ക് മുന്നിൽ വരച്ചിടുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ പരസ്യ പ്രചാരണം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് കാണുന്നത്. 6 മണിക്ക് ഈ ആവേശമൊക്കെ അടക്കി ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മുഴുവൻ വോട്ടർമാരെയും ബൂത്തുകളിൽ എത്തിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളിലേക്ക് മുന്നണി നേതാക്കൾ അതിനുവേണ്ടി വ്യാപൃതരാവുകയാണ്. അവർക്ക് വിശ്രമമില്ല. പോളിംഗ് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് വിശ്രമമുള്ളത്. അപ്പോൾ ഈ പറയുന്ന കാഴ്ചകളും ഈ രാഷ്ട്രീയ നീക്കങ്ങളും വാർ റൂമിലെ ചർച്ചകളും ഒന്നും അവസാനിക്കില്ല. LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിൻ വേദിയിലേക്ക് എത്തുകയാണ്. മന്ത്രി MV രാജേഷ് ഉണ്ട്. CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉണ്ട്. പ്രവർത്തകരുടെ വലിയ ആവേശം. സ്റ്റേഡിയത്തിന് സമീപം ബസ് സ്റ്റാൻഡ് ഭാഗത്തെ റോഡ് ഏതാണ്ട് നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 10,000-കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വിജയകുമാർ, ആവേശത്തിൽ ആറാടുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പാലക്കാട് കോട്ട പിടിക്കാനുള്ള അങ്കച്ചുവടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വീറും ആവേശവും വാശിയും എല്ലാ തീമുകളും കിടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ചെറുപ്പക്കാർക്കൊക്കെ ഹരം പകരുന്ന കാഴ്ചയാണ്. ഏറ്റവും മാസ്മരികമായ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ BJP-യുടെ വാഹന വ്യൂഹമാണ് നമ്മൾ കാണുന്നത്. മൂന്ന് മുന്നണികളും കട്ടയ്ക്ക് നിൽക്കുന്ന കാഴ്ച. ഇപ്പോൾ LDF ജാഥയ്ക്ക് സമീപം നമ്മുടെ 70,000-ൽ കുറയാത്ത വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിന് ജനങ്ങൾ സമ്മാനിക്കുമെന്ന് അല്ല, ഇത് സ്റ്റെതസ്കോപ്പാണ് എന്ന് ജനങ്ങളെ ഒന്നുകൂടി കാണിക്കുന്നതിന് വേണ്ടിയാണ്. ചിഹ്നത്തിലൊന്നും ഒരു ആശങ്കയുമില്ല. 9 എന്നുള്ള ക്രമ നമ്പറിൽ ഡോക്ടർ P. സരിൻ എന്നുള്ള പേര് വന്നത് പാലക്കാടിന്റെ രജിസ്ട്രേഷൻ നമ്പറിൽ തന്നെയാണ് എന്ന് ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്.
എന്തായാലും ടെലസ്കോപ്പാണ് തന്റെ ചിഹ്നമെന്ന് അഭിമാനത്തോടെ പറയുകയാണ് ഡോക്ടർ സരിൻ. LDF ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. ആവേശം അലതല്ലുന്നു. സരിൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. വീണ്ടും സരിൻ എന്തെങ്കിലും പറയാനുണ്ടോ? സാധാരണക്കാരന്റെ ഭാഷ സംസാരിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം എല്ലായ്പ്പോഴും അതിലൊരു തർക്കവുമില്ല. ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്തുക എന്നുള്ളത് അത് ചിലപ്പോൾ വെല്ലുവിളികളായിരിക്കാം, പക്ഷെ ആ വെല്ലുവിളികളെ നേരിടുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം. ഇടതുപക്ഷത്തിന് പാലക്കാടൻ ജനത നൽകും. ഏകപക്ഷീയമായ വിജയം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഡോക്ടർ പി സരിൻ. വളരെ പെട്ടെന്ന് ഒരു രാത്രിയിൽ തുടർന്നു കഴിഞ്ഞപ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറിയെങ്കിലും അതൊക്കെ മറന്ന് ഇടതുപക്ഷം വളരെ അഭിമാനത്തോടെ തന്നെ അവതരിപ്പിക്കുന്നു ഡോക്ടർ സരിനെ. ഈ ആവേശവും കൊട്ടിക്കലാശത്തിന്റെ ഈ ക്ലൈമാക്സും ഒക്കെ കാണുമ്പോൾ ഡോക്ടർ സരിൻ തന്റെ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. മറ്റുള്ള സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെയാണ്. മൂന്ന് മുന്നണികളും ഒരുപോലെ ആവേശം ആകാശത്തോളം ഉയർത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് കാണുന്നത്. പാലക്കാടിന്റെ ഈ ഒരുപക്ഷെ ഈ സംഘവേദിയിലേക്ക് കിടക്കുന്ന മൂന്ന് മുന്നണികളുടെയും ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടു. ഇപ്പോൾ വരുന്ന വാഹനവ്യൂഹം ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ കൃഷ്ണകുമാറും പി കെ കൃഷ്ണദാസും ഒക്കെ ഉൾപ്പെടെയുള്ള സംഘമാണ് BJPക്ക് വേണ്ടി NDAക്ക് വേണ്ടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മൂന്ന് മുന്നണികളിലും ഇഷ്ടംപോലെ പ്രവർത്തകരുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ CPMന്റെ MP മന്ത്രി MP രാജേഷും അതുപോലെ പാർട്ടി പാലക്കാട് ജില്ലാ സെക്രട്ടറിയും അതുപോലെ ഡോക്ടർ സരിനും ഒക്കെ നിങ്ങൾ കണ്ടു. ആകാശത്തോളം ആവേശം വരുന്നു, ആവേശം അലകടലാകുന്നു, ആവേശം അണപൊട്ടുന്നു എന്നൊക്കെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ കാണുന്ന സാഹചര്യം. ഇപ്പോൾ ഈ സംഘവേദിയിൽ ആളുകൾക്ക് നടുവിൽ നിന്ന് തല ഉയർത്തിപ്പിടിച്ച് നമ്മുടെ തലതൊട്ടപ്പൻ ഹാഷ്മി താജ് ഇബ്രാഹിം തലയിൽ തൊടാതെ നമുക്കൊപ്പം ചേരുന്നു. ഹാഷ്മി, പറയൂ. ഇവിടെ പലതരത്തിലുള്ള സാധനങ്ങൾ അറേഞ്ച് ചെയ്തു. കൊട്ടിക്കലാശ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വലിയ ബൊമ്മ, എന്താണ് ഒരു വലിയ ഇതുപോലുള്ള സർപ്രൈസുകൾ പലയിടത്തുമുണ്ട്. SKN അങ്ങനെ പല സർപ്രൈസുകൾക്കിടയിൽ ഓരോന്ന് കാണുകയാണ്. അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്ന റോഷോ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നു. അപ്പുറത്ത് റോഡ് ഷോ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നു. SKN റോഡ് ഷോ അടുത്തേക്ക് എത്തി. SKN നൂറുകണക്കിനാണ് പ്രവർത്തകർ, ഒന്നും രണ്ടുമല്ല, നൂറുകണക്കിനാണ് പ്രവർത്തകർ, ആയിരക്കണക്കിനാണ് പ്രവർത്തകർ. അത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ. SKN ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പാലഭിഷേകം നടത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലഭിഷേകം SKN കൊട്ടിക്കലാശ വേദിയിൽ. എന്തിനാണ് ഇത്ര പാല് കളയുന്നത്? ശരി ചേട്ടാ, ഇത്ര പാല് കളയുന്നത് ശരിയാണോ? ഇത്ര പാല് കളയാവോ? ശരി. ഇപ്പോൾ ഈ വാഹനവ്യൂഹം സംഗമ സ്ഥലത്തേക്ക് വരുന്നതിന്റെ ആകാശ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ക്യാമറ ആകാശ ഹൈയാങ്കിൽ നിന്ന് കണ്ണു തുറക്കുകയാണ്. ഡ്രോൺ ദൃശ്യമാണ്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാല് കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രവർത്തകർ ആവേശം കൊള്ളുന്നു. ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. 5 മണി കഴിഞ്ഞ് 22 മിനിറ്റ് 37 സെക്കൻഡുമായി കഴിഞ്ഞിരിക്കുന്നു. 6 മണി വരെ മാത്രമേ ഈ കൊട്ടിക്കലാശമുള്ളൂ. കൊട്ടിക്കലാശത്തിന്റെ ക്ലൈമാക്സിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ സംഗമവേദിക്ക് അടുത്തായി കഴിഞ്ഞു. 2 മുന്നണികളുടെയും ഒരു മുന്നണി ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. 3 മുന്നണികൾ കൂടി സംഗമിക്കുമ്പോൾ താളമേളങ്ങളുടെ വാദ്യഘോഷങ്ങൾ അകമ്പടിയോടെ ഈ സംഗമ സ്ഥലത്തേക്ക് വരുമ്പോൾ ക്ലൈമാക്സിലേക്ക് വീറും വാശിയും കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആവേശഭരിതമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും മറ്റ് 2 സ്ഥാനാർത്ഥികളുടെയും ഈ കൊട്ടിക്കലാശത്തിലേക്കുള്ള കടന്നുകയറ്റം. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡോക്ടർ സരിൻ ടെലസ്കോപ്പും പിടിച്ച് പ്രേക്ഷകർക്ക് വോട്ടേഴ്സിന്റെ നടുവിലേക്ക് അവരെ മാടി വിളിച്ച് ആവേശം കൊള്ളിക്കുകയാണ് ഡോക്ടർ സരിൻ. രാഹുൽ മാങ്കൂട്ടം വിട്ട് രാഹുൽ അല്ലേ വളരെ സജീവമാണ്. ജനക്കൂട്ടത്തിലേക്കാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മുഴുവൻ നേതാക്കളുടെയും അകമ്പടിയോടെ LDFന്റെയും UDFന്റെയും പ്രചാരണ വാഹനങ്ങൾ ഇങ്ങനെ പാലക്കാട് നഗരവീതിയിലൂടെ കടന്നു വരികയാണ്. ഈ ആകാശ ദൃശ്യങ്ങളിൽ കാണാം ആ ജനക്കൂട്ടം നിലയ്ക്കുന്നില്ല. അങ്ങ് വളരെ പിന്നിൽ ആൾക്കൂട്ടം ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയും നേതാക്കളും മാത്രമാണ് വാഹനത്തിലുള്ളത്. പിന്നീട് മുഴുവൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ വാർത്താ ചാനലിന്റെ അറിഞ്ഞാണ് അഴിച്ചു വെച്ചാണ് അത് കാണിച്ചത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിന്റെ ആവേശം ഈ അലകടലാകുന്ന ജനങ്ങളുടെ ഈ ആവേശം മുഴുവൻ നിങ്ങളിലേക്ക് പകർന്നു തരാൻ വേണ്ടി വാർത്താ ചാനൽ 24ന്റെ സ്വന്തം അറിഞ്ഞാണ് നമ്മൾ തൽക്കാലം അഴിച്ചു വെച്ചിരിക്കുന്നത്. അല്ലേ? ഇടയ്ക്കിടയ്ക്ക് അണിയും. അത് അണിയെ വഴിക്കുകയും ചെയ്യാൻ സൗകര്യമുള്ളതായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക്